ഹലോ, സൗദാഗീഷിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ജലദോഷമൊക്കെ പിടിച്ചിട്ട് സൗണ്ടൊക്കെ പോയി കിടക്കുകയാണ്. അപ്പോൾ നമ്മളിന്ന് ചെയ്യാൻ പോകുന്നത് ഒരു അടിപൊളി ഓമയ്ക്ക വെച്ചിട്ട് ചിക്കൻ കറി മാറേക്കാട്ടിലും ടേസ്റ്റുള്ളൊരു കറിയാണ്. അപ്പോൾ നമുക്കതെങ്ങനെ ചെയ്യാമെന്ന് നോക്കിയാലോ. അപ്പോൾ നമ്മളിവിടെ ഒരു ഇടത്തരം വലിപ്പമുള്ള ഓമയ്ക്ക എടുത്തിട്ടുണ്ടേ. നമ്മളിവിടെ ഓമയ്ക്ക എന്ന് പറയുക, ചിലർ കർമൂസ, കറൂത്ത എന്നൊക്കെ പറയും. പല നാട്ടിലും പല ഭാഷയാണ്. അപ്പോൾ നമ്മളിതുപോലെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. നമ്മളിത് സാധാരണ തോരൻ വയ്ക്കാനും മെഴുക്ക് പുരട്ടി വയ്ക്കാനൊക്കെയാണ് ഉപയോഗിക്കാറ്. സാധാരണ എല്ലാവരും ഇത് കറി അങ്ങനെ വെക്കാറില്ല. അതുപോലെ തന്നെ ഇതുപോലെ അല്ലെങ്കിലും നമുക്ക് തേങ്ങ അരച്ചിട്ടോ അല്ലെങ്കിൽ പുളി ഒഴിച്ചിട്ട് ഉലുവയൊക്കെ വറുത്തിട്ട് അങ്ങനെ വെക്കാനാണെങ്കിൽ നല്ല ടേസ്റ്റാട്ടോ കറി വെച്ചാൽ. എല്ലാവരും ഒന്നൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. നമ്മളിതിവിടെ 4 പീസാക്കി എടുത്തിട്ടുണ്ട്. കുരുവൊക്കെ കളഞ്ഞു. നമുക്കിതൊന്ന് തോലൊക്കെ ഒന്ന് ചെത്തി കളഞ്ഞ് വൃത്തിയാക്കാം. നമ്മളിത് അച്ചാറും ഇടാറുണ്ട് കേട്ടോ. അച്ചാറിട്ടാലും ഇതേപോലെ അടിപൊളി ടേസ്റ്റാണ്. നമുക്കിനി ഇത് ചെറിയ കഷ്ണങ്ങളാക്കിയിട്ട് ഒന്ന് അരിഞ്ഞെടുക്കാം കേട്ടോ. കണ്ടില്ലേ, ഈ ഒരു വലുപ്പത്തിൽ നമുക്കിതൊന്ന് അരിഞ്ഞെടുക്കാം. നമ്മളിത് ഫുള്ളായിട്ടൊന്നും എടുത്തിട്ടില്ല കേട്ടോ. നമ്മളിവിടെ ആകെ 2-3 പേരേ ഉള്ളൂ. അപ്പോൾ പിന്നെ ഒരുപാട് വെച്ച് വേസ്റ്റ് ആക്കേണ്ട വെച്ച് കണ്ടില്ലേ, ഒരു കഷ്ണം ബാക്കിയുണ്ടേ. ഇത് നമുക്ക് ഉപ്പും സുർക്ക ഇട്ടിട്ട് അങ്ങനെ നമ്മൾ നെല്ലിക്കൊക്കെ ഇട്ട് വെക്കുന്ന പോലെ അങ്ങനെ ഇട്ട് വെച്ചാലും ഇത് കഴിക്കാൻ നല്ല ടേസ്റ്റാട്ടോ. ഇത് ഇങ്ങനെ വെക്കുകയാണെങ്കിൽ ഒരു 6 ആൾക്കുള്ള കറിയുണ്ട്. നമ്മളിപ്പോൾ ഇത് എടുത്ത് വെച്ചിരിക്കുന്ന എല്ലാം കൂടി ഒരേ വലിപ്പത്തിൽ നമുക്കൊന്ന് കട്ട് ചെയ്തെടുക്കാം കേട്ടോ. ഈ പച്ച ഓമയ്ക്ക കുട്ടികൾക്കൊക്കെ കൊടുക്കുന്നത് നല്ലതാണ് കേട്ടോ. കാരണം വിരശല്യം ഒക്കെ പെട്ടെന്ന് മാറിക്കിട്ടും നമ്മുടെ ഓമയ്ക്ക ഇടയ്ക്കിടയ്ക്ക് കഴിക്കുകയാണെങ്കിൽ. അപ്പം നമ്മളിവിടെ ഏകദേശം എല്ലാ കഷ്ണങ്ങളും റെഡിയാക്കി അരിഞ്ഞു വെച്ചിട്ടുണ്ട്. നമുക്കിനി ഇത് കഴുകിയിട്ട് ഒരു ഓട്ടയുള്ള പാത്രത്തിൽ വെള്ളമൊക്കെ പോയിട്ട് എടുത്ത് വയ്ക്കണം കേട്ടോ. അപ്പം നമ്മൾ അതിലേക്ക് അരയ്ക്കാൻ വേണ്ടിയിട്ട് ഒരു മുറി തേങ്ങേൻ്റെ ഒരു പകുതി എടുത്തിട്ടുണ്ട്. ചിരകി എടുത്തതാണേ. ചിരകാൻ ബുദ്ധിമുട്ടുള്ളവർക്കാണെങ്കിൽ ഇതിങ്ങനെ ചെറിയ കഷ്ണങ്ങളാക്കിയിട്ട് മുറിച്ചെടുത്താലും മതി കേട്ടോ, നാളികേരം. അതിനുശേഷം പിന്നെ നമ്മൾ ചെറിയ കഷ്ണം ഇഞ്ചി ഇതേപോലെ ചെറിയ പീസാക്കി എടുത്തിട്ടുണ്ട്. ഒരു 4-5 ചുള വെളുത്തുള്ളി എടുത്തിട്ടുണ്ട്. പിന്നെ 1 ടീസ്പൂണോളം പെരിഞ്ജീരകമാണ്, വലിയ ജീരകം, അതും എടുത്തിട്ടുണ്ട്. അതിലേക്ക് നമ്മളൊരു ചെറിയ കഷ്ണം കറുകപ്പട്ട ഇതേപോലെ പൊട്ടിച്ച് അതും അതിലോട്ട് ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ നമ്മൾ 1 ഏലക്കയും 1 ഗ്രാമ്പും കൂടി നമ്മൾ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതെല്ലാം കൂടി ഒന്ന് വറുത്തെടുക്കാൻ വേണ്ടിയിട്ടാണ്. ഗ്രാമ്പും പട്ടയൊന്നും ഇല്ലെങ്കിൽ 1 ടീസ്പൂണോളം പെരിഞ്ജീരകം അല്ല, ഗരം മസാല നമ്മൾ ചേർത്ത് കൊടുത്താൽ മതി കേട്ടോ. ഇനി നമുക്കിതിലേക്ക് 1 ടേബിൾ സ്പൂണോളം വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. വെളിച്ചെണ്ണ നന്നായിട്ട് ചൂടായതിന് ശേഷം നമുക്ക് ആദ്യം തന്നെ വെളുത്തുള്ളിയും ഇഞ്ചിയും കൂടെ ഇട്ട് കൊടുക്കണം കേട്ടോ. അതിൻ്റെ ഒപ്പം തന്നെ നമുക്ക് കറുകപ്പട്ടയും ഗ്രാമ്പും അത് കുറച്ച് കഴിഞ്ഞ് ഇട്ട് കൊടുത്താലും മതി. ഞാനതായാലും അത് ഒന്നിച്ചിട്ട് കൊടുത്തു. കാരണം വെളുത്തുള്ളി ഇഞ്ചി ഒന്ന് മൂത്തതിന് ശേഷം നമ്മൾ അതിട്ട് കൊടുത്താൽ, കാരണം എൻ്റെ പെരിഞ്ജീരകം അല്ലെങ്കിൽ പെട്ടെന്ന് അങ്ങ് മൂത്ത് പോയിട്ടോ. ഇതൊന്ന് മൂത്ത് വന്നതിന് ശേഷം നമുക്കതിലോട്ട് നാളികേരം ഇട്ട് കൊടുത്താൽ മതിയേ. നമുക്കതിലേക്ക് കറിവേപ്പിലയും കൂടി ഇട്ട് കൊടുത്താൽ ഒന്നും കൂടി ടേസ്റ്റ് കൂടും കേട്ടോ. എൻ്റെ കയ്യിൽ കറിവേപ്പില ഉണ്ടായിരുന്നില്ല. അപ്പോൾ നിങ്ങൾ എന്തായാലും ചെയ്യുമ്പോൾ കറിവേപ്പില സ്കിപ്പ് ചെയ്യണ്ട, ഉള്ളവരതൊന്ന് ഇട്ട് കൊടുത്തേക്കണേ. അപ്പോൾ നമുക്ക് നാളികേരം ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇത് നന്നായിട്ടൊന്ന് മൊരിഞ്ഞ് വരുന്നത് വരെ നമുക്കിത് വറുത്തെടുക്കണം. കരിയാതെ നമ്മൾ നന്നായിട്ട് ഇതാക്കണ്ടില്ലേ, ഈ ഒരു രീതിയിൽ നമുക്കിത് കിട്ടും. അതുവരെ നമ്മളിതൊന്ന് വറുത്തെടുക്കണം കേട്ടോ. ഇതിലേക്ക് നമ്മൾ പിന്നെ എണ്ണയൊന്നും ചേർത്ത് കൊടുക്കണ്ട. 1 ടേബിൾ സ്പൂൺ എണ്ണ തന്നെ മതിയാകും. കാരണം തേങ്ങയിലും കുറച്ച് എണ്ണമയമുള്ളതുകൊണ്ട് അത് മതിയാകും കേട്ടോ, വേറെ ചേർക്കണ്ട. അപ്പോൾ അതാ ഏകദേശം ഇത് നമ്മുടെ ഇവിടെ സെറ്റായിട്ടുണ്ട്. നാളികേരം വറുത്തത് അത് നമുക്ക് മാറ്റിയിട്ട് അതേ പാനിലോട്ട് തന്നെ നമുക്ക് 1 ടേബിൾ സ്പൂണോളം വെളിച്ചെണ്ണ പിന്നീട് ഒന്ന് ഒഴിച്ചു കൊടുക്കുക. അതിലേക്ക് എണ്ണ ചൂടിയ ശേഷം നമ്മൾ അരിഞ്ഞു വെച്ചിട്ടുണ്ടായിരുന്ന ഓമയ്ക്കില്ലേ, ആ ഓമയ്ക്ക നമുക്ക് വെള്ളമൊക്കെ പൊഴിച്ച് അത് ഇതിലോട്ട് ഇട്ട് കൊടുക്കാം കേട്ടോ. ഇത് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കണം. നമ്മളിതിങ്ങനെ എന്തിനാണ് വഴറ്റുന്നത് അറിയോ, നമ്മൾ കറി വയ്ക്കുമ്പം ഈ ഓമയ്ക്കൊന്നും ഉടഞ്ഞു പോകില്ല. നമ്മൾ ചിക്കൻ വെക്കുമ്പോഴാണെങ്കിലും ചിക്കൻ ഇതുപോലെ ഒന്ന് വെളിച്ചെണ്ണയിൽ ഇതേപോലെ ഒന്ന് വഴറ്റിയെടുക്കുകയാണെങ്കിൽ അങ്ങനെ ഉടഞ്ഞു പോകില്ല കേട്ടോ. ഞാനിപ്പോൾ ഈ 2 തക്കാളി ഇതിന് വേണ്ടിയിട്ട് എടുത്തിട്ടുണ്ട്. അപ്പോൾ ഞാനതൊന്ന് തിളപ്പിച്ചെടുക്കാൻ പോവുകയാണേ. അല്ലാന്നുണ്ടെങ്കിൽ നല്ല ചൂടുവെള്ളത്തിൽ കുറച്ച് സമയം ഇട്ട് വെച്ചാലും മതി. നമുക്കത് തോല് കളഞ്ഞ് എടുക്കേണ്ടതാട്ടോ. ഇനി നമുക്ക് നമ്മൾ നേരത്തെ വറുത്ത് വെച്ച നാളികേരം ഉണ്ടല്ലോ, ആ ചൂടൊക്കെ ഒന്ന് ആറി അത് നമുക്ക് ഇതേപോലെ ഒന്ന് അരച്ചെടുക്കാം കേട്ടോ. ഞാൻ ഇതേപോലെ ഒന്ന് അരച്ചെടുത്തിട്ടുണ്ട്. ഇതാ നമ്മുടെ തക്കാളി ശരിയായിട്ടുണ്ട്. ഞാനിതുപോലെ കെറ്റിൽ ഒരിത്തിരി വെള്ളം വെച്ചിട്ട് ഞാൻ ഒന്ന് തിളപ്പിച്ചെടുക്കുക ചെയ്തത് കേട്ടോ. നല്ല ചൂടുണ്ട്. ഞാൻ ഇപ്പോൾ പച്ചവെള്ളത്തിലോട്ട് ഇട്ട് കൊടുത്തു. ഇനി നമുക്കതൊന്ന് തോല് പൊളിച്ചു കൊടുക്കാം. നല്ല ചൂടാണ്. ഇങ്ങനെ ചെയ്യുമ്പോൾ ഉണ്ടല്ലോ, തോല് കളഞ്ഞെടുക്കുമ്പോൾ പെട്ടെന്ന് അത് അലിഞ്ഞ് ചേരും നമുക്ക് തക്കാളി കറികളിൽ. തോലുള്ള സമയത്താണെങ്കിൽ അത് അതുപോലെ തന്നെ കിടക്കും.
അപ്പോൾ ഇങ്ങനെയൊന്ന് ചെയ്ത് നോക്കണേ. തോലൊക്കെ കളഞ്ഞതിന് ശേഷം നമുക്കിതൊന്ന് ചെറുതായിട്ടൊന്ന് കട്ട് ചെയ്തെടുക്കാം കേട്ടോ. ഒരുപാട് ചെറിയ പീസൊന്നും ആക്കണ്ട കേട്ടോ. അത്യാവശ്യം വലിയ പീസാണെങ്കിലും അത് ഉടഞ്ഞ് അതിലേക്ക് ചേർന്നോളും. അപ്പോൾ ഒരുപാട് ചെറുതാക്കുകയൊന്നും വേണ്ട. നമ്മൾ ദോശയ്ക്കൊക്കെ തക്കാളി ചമ്മന്തി ഉണ്ടാക്കുമ്പോൾ ഇതുപോലെ തോല് കളഞ്ഞിട്ടുണ്ടാക്കുകയാണെങ്കിൽ നല്ല ടേസ്റ്റാട്ടോ. ഇനി നമുക്കിത് നമ്മൾ ഓമയ്ക്ക അടുപ്പത്ത് വെച്ചിട്ടില്ലേ അതിലോട്ട് ഒന്ന് ഇട്ട് കൊടുക്കാം. ഇതൊന്ന് നമുക്കൊന്ന് ഒരു 2 മിനിറ്റ് ഒന്ന് വഴറ്റിയെടുത്താൽ മതി കേട്ടോ. ഒരുപാട് സമയമൊന്നും നമ്മളിത് വഴറ്റിയെടുക്കണ്ട. ഇനി നമുക്ക് ഇതിലേക്ക് പൊടികൾ ഇട്ട് കൊടുക്കാവേ. ഒരു 1/2 ടീസ്പൂണോളം മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ നമുക്കിതിലേക്ക് 1 ടീസ്പൂണോളം കാശ്മീരി മുളക് പൊടിയാണ് ഇട്ട് കൊടുത്തേക്കുന്നത്. അതേപോലെ തന്നെ 1 ടീസ്പൂണോളം നമ്മളുടെ എരിവുള്ള മുളക് പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. അതേപോലെ 2 ടീസ്പൂണോളം മല്ലിപ്പൊടി നമ്മൾ ഇട്ട് കൊടുത്തു. അപ്പോൾ നമുക്ക് എണ്ണ കുറച്ച് കുറവായിട്ട് തോന്നി. അപ്പോൾ ഞാൻ 1 സ്പൂണോളം വെളിച്ചെണ്ണ ഒന്നും കൂടി ഒഴിച്ചു കൊടുത്തേ. അതിനുശേഷം നമുക്ക് നന്നായിട്ടൊന്നത് വഴറ്റിയെടുക്കാം. ഇതൊന്ന് ആ പൊടികളുടെ ആ പച്ചമണം ഒന്ന് മാറുന്ന വരുന്നത് നമ്മൾ വഴറ്റിയെടുക്കണം. വഴറ്റി ഒന്ന് നന്നായിട്ട് വന്നതിന് ശേഷം നമുക്ക് നമ്മൾ അരച്ച് വെച്ചിട്ടുള്ള തേങ്ങേൻ്റെ മിക്സ് ഉണ്ടല്ലോ അത് നമുക്ക് ഇതിലോട്ട് ഇട്ട് കൊടുക്കാം. അതൊന്ന് ഇളക്കിയ ശേഷം നമുക്ക് കുറച്ചുകൂടി ഒന്ന് വെള്ളം ഒഴിച്ച് കൊടുത്തിട്ട് ഒന്ന് എല്ലാ ഭാഗത്തേക്കും ഇളക്കി കൊടുക്കാം. ഈ വെള്ളം പോലെ കുറച്ചും കൂടി നമുക്ക് വെള്ളം ഒഴിച്ച് കൊടുക്കണം കേട്ടോ. അപ്പം നമ്മളിതിലേക്ക് ഉപ്പിട്ട് കൊടുത്തിട്ടില്ല. അപ്പം നമുക്കിതിലേക്കൊരു 1.5 ടീസ്പൂണോളം ഉപ്പിട്ട് കൊടുക്കാം. പിന്നീട് നമുക്ക് കറിയൊക്കെ വെന്ത ശേഷം നോക്കിയിട്ട് വേണമെങ്കിൽ കുറച്ചും കൂടി ഇട്ട് കൊടുക്കാം കേട്ടോ. ഇത്തിരി വെള്ളം കൂടി ഒഴിച്ച് കൊടുത്തിട്ട് നമുക്കതൊന്ന് അടച്ച് വെച്ച് ഒന്ന് വേവിച്ചെടുക്കാം കേട്ടോ. പെട്ടെന്ന് തന്നെ വെന്ത് കിട്ടും. കാരണം നമ്മൾ വെളിച്ചെണ്ണയിലൊക്കെ വഴറ്റിയോണ്ട് ഒരു 1/4 ഭാഗത്തോളം വെന്തിട്ടുണ്ടായിരുന്നു. കണ്ടില്ലേ, ഏകദേശം നല്ല സെറ്റായി വെന്തിട്ടുണ്ട്. അപ്പോൾ വെള്ളം കുറച്ച് കറിയായിട്ടല്ലേ നമ്മൾ വെക്കുന്നത്. അപ്പോൾ കുറച്ച് വെള്ളം കുറവാണ്. ഇനി ഇങ്ങനെ മതിയെങ്കിൽ ഇങ്ങനെ നമുക്ക് എടുക്കുകയും ചെയ്യാം. അപ്പോൾ ഞാൻ കുറച്ചും കൂടി വെള്ളം ഒഴിച്ച് കൊടുത്ത് ഒന്നും കൂടി വേവിച്ചെടുത്തിട്ടുണ്ട്. അപ്പോൾ ഞാനതൊന്ന് ടേസ്റ്റ് ചെയ്തു. അപ്പോൾ ഉപ്പ് കുറച്ച് കുറവായിരുന്നു. ഞാൻ കുറച്ചും കൂടി ഉപ്പ് ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. അതിന് ശേഷം നമുക്ക് ഇതേപോലെ ഒരു പാൻ അടുപ്പത്ത് വെച്ചിട്ട് 1 സ്പൂണോളം വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കാം. നമ്മളിതിൽ കടുക് ഇടുന്നില്ല. നമ്മൾ ഉള്ളിയും മുളകും മാത്രമേ വറുത്തിടുന്നുള്ളൂ കേട്ടോ. ഞാൻ ഇതേപോലെ ചെറിയ ഉള്ളി അരിഞ്ഞിട്ട് കൊടുത്തിട്ടുണ്ട്. കടുക് ചേർക്കുന്നവർക്ക് കടുക് പൊട്ടിയ ശേഷം ഇതേപോലെ ചെറിയ ഉള്ളി ഇട്ട് കൊടുക്കാം. അതേപോലെ കറിവേപ്പില ഇട്ട് കൊടുക്കാം. ഞാനിപ്പോൾ ഇവിടെ ഉള്ളിയും അതുപോലെ ഒരു ഉണക്കമുളക് കട്ട് ചെയ്തിട്ട് അതും ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇങ്ങനെ ചെയ്താൽ നല്ല ടേസ്റ്റാണ്. അപ്പം നമ്മുടെ കറി ഇവിടെ സെറ്റായി വന്നിട്ടുണ്ട് കേട്ടോ. കടുക് വറുത്തുകൊണ്ട് ഇടുമ്പോൾ അടിപൊളിയായിട്ടുണ്ട്, നല്ല ടേസ്റ്റാണ്. എല്ലാവരും ചെയ്ത് നോക്കണം. അപ്പോൾ എൻ്റെ വീഡിയോ ഇഷ്ടമാണെങ്കിൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. പുതിയൊരു ഐറ്റമായിട്ട് നമുക്ക് അടുത്ത ദിവസം കാണാം. ഓക്കെ, ടാറ്റാ, ബൈ.